ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ബ്രെഡും ചിക്കനും ഒക്കെ വെച്ചിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മിക്സ് ചെയ്തിട്ടുള്ള ചിക്കനാണ്, ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ ഒന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഇടവിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് മുരിഞ്ഞൊന്നും പോകണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടച്ചൊന്നും വയ്ക്കാതെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടങ്ങ് കുക്കാക്കി എടുക്കാം. ബോൺലെസ് ചിക്കൻ ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി വന്നോളും. ഇപ്പോൾ ചിക്കനൊക്കെ ഒന്ന് കുക്കായി കുറച്ചൊന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. നമ്മൾ പിസ്സയിലൊക്കെ ചേർക്കുന്ന ഒറിഗാനോ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കെച്ചപ്പിൽ ഉപ്പുണ്ടാവും. പിന്നെ നമ്മൾ ചിക്കനിലേക്ക് ഉപ്പൊക്കെ പുരട്ടിയിട്ടാണ് ഇത് കുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്യാതെയാണ് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ 4 പീസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സൈഡ് കട്ട് ചെയ്യുന്നത് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനിപ്പോൾ 2 പീസ് വീതം 2 ലെയറാക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 4 പീസ് ബ്രെഡ് നിരത്തി വെച്ചിട്ട് അതുപോലെ അതിൻ്റെ മുകളിൽ 4 പീസ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ചില്ലി സോസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ചിക്കൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് നിരത്തി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓലിവ്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ക്യാപ്സിക്കം ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസും ഇട്ട് കൊടുത്ത് എന്നിട്ട് അടുത്ത ലെയറിലുള്ള ആ ഒരു ബ്രെഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ചിക്കനും ഇട്ട് കൊടുത്ത് മൊസറല്ല ചീസും വെച്ച് കുറച്ച് ഒലിവ്സ് കൂടെ കട്ട് ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മൾ പിസ്സയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ കഴിക്കാനും പറ്റും. ബ്രെഡ് ഉണ്ടെങ്കിൽ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒറിഗാനോ കുറച്ചൊന്ന് വിതറിയിട്ട് കൊടുത്തിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അടിയിൽ പിടിക്കാതിരിക്കാനും കുറച്ചൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു 5 മിനിറ്റ് ചീസ് ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരുപാട് കുക്കിംഗ് ടൈം ഇല്ല ഈ ഒരു റെസിപ്പിക്ക്. പെട്ടെന്ന് തന്നെ ചീസ് മെൽറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്